കോഴിക്കോട് കൊയിലാണ്ടിയിൽ നവജാത ശിശുവിനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പൊക്കൽക്കൊടി പോലും മാറ്റാത്ത നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് പുലർച്ചെ മീൻ പിടിക്കാൻ പോയവരാണ് കുഞ്ഞിനെ കണ്ടത്. വിവരങ്ങളുമായി സമീർ സി മുഹമ്മദ് ചേരുകയാണ്. സമീർ, ഗുഡ് മോർണിംഗ്. പറയൂ. ഗുഡ് മോർണിംഗ് SKN. കൊയിലാണ്ടി നെല്ലിയാടി പുഴയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 1:30 കൂടിയാണ് നവജാത ശിശുവിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ആൺകുട്ടിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിൻ്റെ പൊക്കിൾ കൊടി പോലും മുറിച്ചിട്ടില്ലാത്ത നിലയിലായിരുന്നു മൃതദേഹം. ഞാനിപ്പോൾ നിൽക്കുന്നത് നെല്ലിയാടി പുഴയോരത്താണ്. ഇതിൻ്റെ ഈ തീരത്ത്, ഈ കടവിനോട് ചേർന്ന ഭാഗത്താണ് ഈ മൃതദേഹം വന്ന് അടിഞ്ഞതായി കണ്ടെത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് കൊയിലാണ്ടി പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും എത്തിക്കൊണ്ടാണ് മൃതദേഹം പുറത്തെടുത്തത്. മൃതദേഹം ആദ്യം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അവിടെ ഉടൻ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. തുടർന്നായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് നീങ്ങുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരാണ് ഈ ക്രൂരകൃത്യം ചെയ്തത് എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. കുഞ്ഞിനെ കൊന്ന ശേഷമാണോ വെള്ളത്തിലിട്ടത്, അല്ല ഈ പുഴയിൽ എറിഞ്ഞ് കൊല്ലുകയായിരുന്നോ തുടങ്ങിയിട്ടുള്ള സംശയങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറയ്ക്കായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തമായ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പോലീസ് എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗർഭിണികളായ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് സമീപത്തെ ആശുപത്രികൾ, അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അടുത്ത ദിവസങ്ങളിലായിക്കൊണ്ട് വന്നിട്ടുള്ള പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കേസുകളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുഞ്ഞ് ഇല്ലാതെയും അത്തരത്തിൽ പ്രസവാനന്തരമൊക്കെ ചികിത്സ തേടിയ ആളുകളൊക്കെ ഉണ്ടാകാം. അത്തരത്തിലുള്ള സാധ്യത കൂടി പരിശോധിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ വിശദമായിട്ടുള്ള അന്വേഷണം. ഈ അതിക്രൂരമായിട്ടുള്ള ഈ കൃത്യത്തിന് പിന്നിൽ ആരാണ് ഈ കുഞ്ഞിനെ കൊന്നത്, അതുപോലെ തന്നെ ആരാണ് ഈ കുഞ്ഞിൻ്റെ രക്ഷിതാക്കൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. ആരാണ് ഈ പുഴയിൽ ഉപേക്ഷിച്ചത് എന്നും കണ്ടെത്തേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.